നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മൂഴിക്കൽ തറവാട്ടിൽ, അതായത് വ്യവസായി പ്രമുഖന്റെ വീട്ടിലുണ്ടായ 2 മരണങ്ങൾ അത് വെറും മരണം മാത്രമല്ല, ഒരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്ക് വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. തുടക്കം മുതൽ തന്നെ വലിയ ദുരൂഹതകളായിരുന്നു ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതായത് ഒരു പെൺകുട്ടി, നസ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അവളെ കൊന്നതാകട്ടെ സഹോദരിമാരുടെ മക്കളിൽ ഒരാളായിട്ടുള്ള ഈ മരണപ്പെട്ടിട്ടുള്ള നസ്രീനയുടെ കസിൻ ആണ് കൊലപ്പെടുത്തിയത് എന്ന തരത്തിൽ വാർത്ത പുറത്തുവരുന്നു. പക്ഷേ നസ്രീനയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ആ യുവാവ് 19 വയസ്സുകാരൻ അതേ വീട്ടിൽ അതേ സമയത്ത് തന്നെ സ്വയം ജീവനൊടുക്കി എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കൊലപാതകം കഴിഞ്ഞതിനു ശേഷം മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി അവിടെ പ്രധാനപ്പെട്ടതാണ്. ഇത് സെല്ലോ ടാപ്പ് പോലുള്ള ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വായും മുഖവും ചെവിയും ഒക്കെ കെട്ടിയതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നതിൽ ഒരുപാട് ദുരൂഹതകളുണ്ടായിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ 2 പേരും ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ കാണാനില്ല എന്നും ആ മൊബൈൽ ഫോണുകൾ ഇവർ മരണപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെട്ടതിന് ശേഷം ആ വീടിന് വെളിയിൽ തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ പുറത്തുള്ള ഒരു കിണറിൽ കൊണ്ടിട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നത്. ആ കണ്ടെത്തലോടുകൂടെ ഈ 2 മരണങ്ങളും കൊലപാതകമാണ് എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇനി ആരാണ് കൊല ചെയ്തത് എന്നുള്ളതാണ് അറിയാനുണ്ടായിരുന്നത്. ഇപ്പോൾ റിപ്പോർട്ടുകളും സൂചനകളും അന്വേഷണങ്ങളും ഒക്കെ പോകുന്നത് പ്രകാരം മൂഴിക്കൽ തറവാട്ടിലെ ബന്ധുക്കളിലേക്കാണ് സംശയങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് പുറമെ നിന്ന് കാണുന്നത് പോലെയല്ല ആ വീട്ടിലുണ്ടായിരുന്ന സ്നേഹം എന്നുള്ളത് വ്യക്തമാകുന്നു. ഇനി എന്ത് ലക്ഷ്യത്തിലാണ് കൊലപാതകം നടത്തിയത്, കൃത്യമായ ആരാണ് കൊലപാതകം നടത്തിയത്, ആസൂത്രണം തന്നെ ഉണ്ടായിരുന്നോ ഈ 2 കൊലപാതകങ്ങൾക്ക് പിന്നിലും എന്നുള്ളതാണ് അറിയേണ്ടുന്നത്. എന്തായാലും സഹോദരിമാരുടെ മക്കളായ 2 പേർ തറവാട്ടിൽ വീട്ടിൽ മരിച്ചു കിടന്ന സംഭവത്തിൽ ദുരൂഹതകൾ ഒഴിയുകയാണ്. ചുരുളരിയുമ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത് ഈ പറയുന്നത് പോലെ മറ്റൊരു ബന്ധുവിലേക്കായിരിക്കാം എന്നുള്ള സാഹചര്യമാണ് വെളിവായിക്കൊണ്ടിരിക്കുന്നത്. സ്വഭാവ ദൂഷ്യമുള്ള അദ്നാന് മാനസികമായിട്ട് നസ്രീനയെ വലിയ ദേഷ്യമായിരുന്നു. നസ്രീനയോടുണ്ടായിട്ടുള്ള ചില പക അതാണ് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത് എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന റിപ്പോർട്ട്. അതായത് കൊലപാതകം ചെയ്തതിന് ശേഷം കൊലപാതകം ഇരയായിട്ടുള്ള അവരുടെ തലയിൽ തന്നെ ആ മർഡർ ഇട്ടിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെയാണെങ്കിൽ സ്വന്തം ചോരയിലെ ആ 2 പേരെയും കൊലപ്പെടുത്തിയ ആ ദുഷ്ടൻ ആരാണ് എന്നതാണ് അറിയേണ്ടുന്നത്. എന്തായാലും മൂഴിക്കൽ തറവാട്ടിലെ ആ 2 മരണങ്ങൾ ദുരൂഹമായി തുടരുകയാണ്. ആ പണം ഇനി കിട്ടില്ല, അതിനാൽ മരിച്ചു എന്നാണ് ഈ സംഭവം നടന്നതിന് ശേഷം, കൊലപാതകം നടത്തുന്നതിന് ശേഷം നസ്രീനയുടെ ഫോണിൽ നിന്ന് അദ്നാന്റെ ഒരു സുഹൃത്തിന് പോയിട്ടുള്ള സന്ദേശം. അതായത് അദ്നാൻ കൊല്ലപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ അദ്നാൻ ഇനി ഈ ലോകത്തില്ല എന്ന് വ്യക്തമായി അറിയുന്ന, അത് അറിയിക്കേണ്ടുന്ന ആളെ അറിയിക്കാൻ ആരോ അവിടെ 3-മതൊരാളായിട്ട് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നു. ഇനി അതാരാണ് എന്ന് കണ്ടെത്തുന്നതിലാണ് ദുസ്സഹമായിട്ട് പോലീസ് നിൽക്കുന്നത്. നിർണായക തെളിവുകളായിട്ടാണ് ഈ കൊലപാതകത്തിൽ മൊബൈൽ ഫോണുകൾ അവിടുത്തെ കിണറ്റിൽ നിന്നും കണ്ടെത്തുന്നത്. ഈ മൊബൈൽ ഫോണുകൾ ഇത്തരത്തിൽ വീടിന് വെളിയിൽ നിന്ന്, അതായത് കൊലപാതകം നടന്നതിന് ശേഷം ഈ മൊബൈൽ ഫോണുകൾ പുറത്തു കൊണ്ട് കിണറ്റിൽ തെളിവ് നശിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ കൊണ്ടിട്ടതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ മൊബൈൽ ഫോണുകൾ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ബന്ധുക്കളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ 3 പേരാണ് ആ സംശയ നിലയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം അദ്നാൻ ആത്മഹത്യ ചെയ്തതെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിലെ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായത്. അദ്നാന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പോലീസിന് ഉള്ളതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്തെ തെളിവുകൾ നശിപ്പിക്കാൻ നടന്ന നീക്കങ്ങൾ എത്തരത്തിലാണ് എന്നും കൊലപാതകത്തിന് പിന്നിൽ മറ്റൊരാൾ ഉണ്ടെങ്കിൽ അതാരാണ് എന്നുള്ള കണ്ടെത്തലിനൊക്കെയുള്ള ശ്രമത്തിൽ പോലീസിന് പോകുമ്പോൾ ഇത് ബന്ധുക്കളിലേക്ക് വിരൽ ചൂണ്ടപ്പെടുകയാണ്. കോഴിക്കോട് മൂഴിക്കലിൽ കൊല്ലപ്പെട്ട നസ്രീനയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയതിൽ കൊല്ലപ്പെട്ട നസ്രീനയുടെ 2 ഫോണുകളും ജീവനൊടുക്കിയ അദ്നാന്റെ 1 ഫോണുമാണ് കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്.
അതിനാൽ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇത്തരത്തിൽ നടന്നിട്ടുണ്ട്. കൊല നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ആ മൂന്നാമൻ ആരാണ്? അടുത്ത ബന്ധു ബഹളം കേട്ടയുടനാണ് ഈ സംഭവം നാട്ടുകാർ അറിയുന്നത്. അതായത് ഒരു ബന്ധു ആ വീട്ടിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നുണ്ട് എന്നറിയുന്നു. ആ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. 2 ബന്ധുക്കൾ പിന്നീട് അവിടേക്ക് എത്തുന്നു എന്നതൊക്കെയായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. പക്ഷേ ഈ വീട്ടിലേക്ക് ആദ്യം കൊലപാതകം നടന്നതിന് ശേഷം എത്തിയിട്ടുള്ള ഈ 3 ബന്ധുക്കൾ, അവരിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ 3 പേരിൽ മൊബൈൽ ഫോണുകൾ കിണറ്റിലിടാൻ സാധ്യത കൂടുതൽ ആരിലാണ് എന്നുള്ളതാണ് പോലീസ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. യുവാവിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ, അതായത് ഈ സംഭവത്തിൻ്റെ ആദ്യ സാക്ഷി എന്നുള്ള രീതിയിലുള്ള തെളിവൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ ആരായിരിക്കും ഈ കൊലപാതകം നടത്തിയതെന്ന് തെളിയുമെന്നുള്ള വിശ്വാസത്തിലാണ് പോലീസ്. മൂവരും പൊന്നാനിയിൽ നസ്രീനയുടെ പിതാവിന്റെ വീട്ടിലാണ് ഉള്ളത് എന്നുള്ളതാണ് നിലവിലത്തെ വിവരം. ഇവരെ കോഴിക്കോട് വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനൊരുങ്ങുകയാണ് പോലീസ്. ഇതുകൂടാതെ കൊല്ലപ്പെട്ട നസ്രീനയുടെയും ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന അദ്നാന്റെയും രക്ഷിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുക്കാനും നസ്രീനയുടെ ഫോണിൽ നിന്ന് അദ്നാന്റെ സുഹൃത്തിന് വാട്സപ്പ് സന്ദേശം അയച്ചതായി കണ്ടെത്തിയ ദിവസത്തിലെ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. പുലർച്ചെ 1:30നും 2:00നും ഇടയിലാണ് ഇത്തരത്തിൽ നസ്രീനയുടെ ഫോണിൽ നിന്ന് അദ്നാൻ മരണപ്പെട്ടു എന്ന തരത്തിലൊരു വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. അദ്നാൻ മരിച്ചു എന്നറിയിക്കുന്ന ഉള്ളതായിരുന്നു ഈ ഒരു സന്ദേശം. അദ്നാന്റെ സുഹൃത്തിന്റെ മൊഴിയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്നാന്റെ ശരീരത്തിൽ നിന്നടക്കം പാക്കി ടേപ്പ് ഫോറൻസിക് ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ കൂടുതൽ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ ആ ഒരു ബന്ധുവിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിന്റെ റിപ്പോർട്ടുകൾ കൂടെ ലഭിച്ചു കഴിയുമ്പോൾ കേസിൽ കൂടുതൽ ഒരു സ്ഥിരീകരണം, കൂടുതൽ ഒരു വ്യക്തത വരും എന്നുള്ള വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. ഏപ്രിൽ 14 ഈ പറയുന്ന ഏപ്രിൽ 14 പുലർച്ചെ, കൃത്യമായി പറഞ്ഞാൽ വിഷു തലേന്നാണ് ഇത്തരമൊരു അതിദാരുണമായിട്ടുള്ള ഒരു മരണവാർത്ത പുറത്തറിയുന്നത്. കോഴിക്കോട്ടെ വ്യവസായി പ്രമുഖന്റെ വീട്ടിൽ നിന്ന് 2 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒന്നൊരു കൊലപാതകം, ഒന്ന് ആത്മഹത്യ എന്നുള്ളതായിരുന്നു വാർത്ത. ഏപ്രിൽ 14 പുലർച്ചെ 1-നും 4:30ക്കും ഇടയിൽ ഈസ്റ്റ് മൂഴിക്കൽ പൂതംകുഴിമേത്തൽ വീടിന്റെ മുകളിലെ നിലയിൽ നിന്ന് 2 മുറികളിലായിട്ട് സഹോദരിമാരുടെ മക്കളായിട്ടുള്ള നസ്രീന എന്ന് പറയുന്ന 16-കാരിയും അദ്നാനും മരണപ്പെട്ടതായിട്ടാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ നസ്രീനയെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം അടുത്ത മുറിയിൽ പാക്കിംഗ് ടേപ്പ് സ്വന്തമായി മൂക്കും വായും ഉൾപ്പെടെ മുഖത്ത് വരിഞ്ഞു കെട്ടിയാണ് അദ്നാൻ മരണപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് ആദ്യം രേഖപ്പെടുത്തിയത്. ഇവരുടെ മൊബൈൽ ഫോൺ ഈ മുറികളിലും വീടുകളിലും കാണാത്തതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് പിറ്റേന്ന് ഇതേ വീടിന്റെ കിണറിന്റെ ഒരു ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിൽ നസ്രീന ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്നാണ് നല്ലളത്തെ ബൈക്ക് വാടകയ്ക്ക് നൽകുന്ന ഒരു യുവാവിന്റെ ഫോണിലേക്ക് സന്ദേശം പോയിരിക്കുന്നത്. അദ്നാനെ അറിയുമോ എന്നുള്ള ആദ്യ ചോദ്യം, ആ ചോദ്യത്തോടെയാണ് ആശയവിനിമയം തുടങ്ങുന്നത്. അറിയാമെന്ന് മറുപടി വന്നപ്പോൾ അദ്നാൻ പണം തരാനില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് മറുപടി വന്നപ്പോൾ ആ പണം ഇനി കിട്ടില്ല, അദ്നാൻ മരിച്ചു എന്നായിരുന്നു സന്ദേശം. എന്ത് പറ്റി, എങ്ങനെയാണ് മരിച്ചത്, എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ ചോദ്യങ്ങൾ വന്നപ്പോൾ അത് വ്യക്തപരമായിട്ടുള്ള കാരണം കൊണ്ടാണെന്നും കുടുംബ പ്രശ്നമാണെന്നും മെസ്സേജ് വന്നതായി പോലീസും കണ്ടെത്തുന്നു. ഇതിനിടെ ബൈക്ക് വാടകയ്ക്ക് നൽകിയ യുവാവ് സന്ദേശം വന്ന നമ്പറിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്നാണ് യുവാവ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഈ സന്ദേശങ്ങൾ നസ്രീനയല്ല അയച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. അദ്നാൻ മരിച്ചു എന്നുള്ള വാർത്ത അദ്നാൻ തന്നെ അയക്കുമെന്നും സംശയമില്ല. അദ്നാന്റെ ഭാഷ അതിന് സാമ്യം ഉണ്ട് ഈ ഒരു സന്ദേശത്തിന് എന്ന് പറയുമ്പോഴും അത് അദ്നാൻ സംസാരിക്കുന്നത് പോലെ ആകാൻ വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിച്ചതാണോ എന്നുള്ള സംശയമാണ്. നസ്രീന മരിച്ച ശേഷം അദ്നാൻ അയച്ച മെസ്സേജാണ് എന്ന തരത്തിലാണ് പോലീസ് ആദ്യം ഇതിനെ വിലക്കെടുത്തത്. എന്നാൽ അതിൽ സംശയങ്ങളുണ്ട്. ബൈക്ക് അദ്നാൻ ദിവസങ്ങൾക്ക് മുൻപ് നല്ലളത്തെ ഒരു യുവാവിൻ്റെ പക്കലിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിരുന്നതായിട്ട് പോലീസ് കണ്ടെത്തുന്നു. എന്നാൽ ആ വാഹനത്തിനൊരു കേടുപാടുണ്ടാക്കിയ ഇനത്തിൽ 600 രൂപ നൽകാനുണ്ട്. ജാമ്യം എന്നോണം അദ്നാൻ ഉമ്മയുടെ ഫോണും തൻ്റെ ലൈസൻസും അവിടെ ഏൽപ്പിച്ചതായാണ് വിവരം. ഇവ രണ്ടും ആ യുവാവ് പിതാവിനൊപ്പം വെള്ളിയാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി കൈമാറിയിട്ടുണ്ട്. നസ്രീനയുടെ മൊബൈലിൽ നിന്ന് വന്ന സന്ദേശം ഇവർ പോലീസിന് കൈമാറുമ്പോഴും അവിടെ സംശയങ്ങൾ നിൽക്കുകയാണ്.
നിലവിൽ നസ്രീന എന്ന് പറയുന്ന പെൺകുട്ടി അത് അദ്നാൻ്റെ പിതാവിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് വിവരം. പിതാവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള ദേഷ്യം മാത്രമാണോ നസ്രീനയോട് അദ്നാനുണ്ടായിരുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അല്ല എന്നുള്ളതാണ് മറുപടി. തറവാട് വീടായ ഈ മരണപ്പെട്ടുള്ള വീട്ടിൽ ആണ് അദ്നാൻ ഒരുപാട് കാലമായിട്ട് താമസിക്കുന്നത്. സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നന്നാക്കാൻ വേണ്ടിയാണ് അദ്നാൻ്റെ പിതാവ് ഈ പറയുന്ന നസ്രീനയുടെ താമസിക്കുന്ന വീട്ടിലേക്ക് അദ്നാനെ എത്തിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് ചില പണം മോഷ്ടിച്ചു എന്നുള്ള കാരണത്താൽ അദ്നാനെ അവിടെ നിന്ന് പുറത്താക്കിയതായിട്ടും അത് പുറത്ത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ വീട്ടുകാരെ അറിയിച്ചത് ഈ പറയുന്ന നസ്രീനയാണ് എന്നുള്ള വൈരാഗ്യവും അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. ഈ വൈരാഗ്യം ഉണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അത് മുതലെടുത്തുകൊണ്ടാണോ ഈ പറയുന്ന കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്യവസായി പ്രമുഖൻ്റെ വീടാണ്. സ്വാഭാവികമായിട്ടും സ്വത്ത് തർക്കങ്ങൾ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ വലിയ എന്തോ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമ്പത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള മറ്റൊരാൾ ചെയ്ത കൊലപാതകമാണോ ഇത് എന്നുള്ള സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു അവൾ എന്ന് നാട്ടുകാർ പറയുമ്പോഴും അദ്നാൻ അവളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള വാർത്ത അതിൽ ചില സംശയങ്ങളുണ്ടെന്ന് നാട്ടുകാരും പ്രകടിപ്പിക്കുന്നു. പോലീസ് അന്വേഷണം തെളിയുമ്പോൾ വിരൽ ചൂണ്ടുന്നത് അതേ വീട്ടിലെ മറ്റൊരാളിലേക്ക് ആകുമോ എന്നുള്ള ആശങ്കയിൽ കൂടെയാണ് ജനങ്ങൾ. എന്തായാലും ഇരട്ട മരണം അത് കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.